ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് 6 മാസമായ കുഞ്ഞുമാവകൾക്കുള്ള റെസിപ്പി ആയിട്ടാണ്. 6 മാസം കഴിഞ്ഞ് കുഞ്ഞുമാവകൾക്ക് കൊടുക്കാൻ പറ്റിയ 7 വെജിറ്റബിൾ പ്യൂറീസ് ആണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ 6 മാസമായ കുട്ടിക്ക് കായക്കുറുക്കും റാഗി കുറുക്കും ഒക്കെയാണ് കൊടുക്കാറ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പച്ചക്കറികൾ കൊണ്ടുള്ള പ്യൂറീസും കൊടുക്കണം. ഓരോ പച്ചക്കറിക്കും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് കുഞ്ഞിനും ലഭിക്കും. പക്ഷേ എല്ലാ പച്ചക്കറികളും നമുക്ക് കുഞ്ഞിന് കൊടുക്കാൻ പറ്റില്ല. അലർജി ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതും ദഹനത്തിന് കുഴപ്പമൊന്നും വരാത്ത പച്ചക്കറികളാണ് നമ്മൾ ആദ്യമേ കൊടുത്തു തുടങ്ങേണ്ടത്. അങ്ങനെയുള്ള 7 പച്ചക്കറികളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് റെസിപ്പികൾ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ പ്യൂറീസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, മത്തങ്ങ, ഗ്രീൻ പീസ്, ഫ്രഞ്ച് ബീൻസ് പിന്നെ ബീട്രൂട്ടും കൊണ്ടുള്ള പ്യൂറീസാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ക്യാരറ്റിൻ്റെ പ്യൂറി തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റിൻ്റെ തൊലി പീലർ വെച്ചിട്ട് കളയുക. കത്തി കൊണ്ട് കുറച്ച് ഭാഗം ഇങ്ങനെ ചുരണ്ടി കളയരുത്. ഇതുപോലെ പീലർ വെച്ചിട്ട് തന്നെ കളയുക. അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് നല്ലപോലെ ചെത്തി കളയുക. പുറമേ ഉള്ള തോല് നന്നായിട്ട് കളയണം. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ക്യാരറ്റിൽ നല്ലപോലെ വൈറ്റമിൻ എ, പൊട്ടാസ്യം, അയൺ, കോപ്പർ ഒക്കെ ഉണ്ട്. ഇത് കണ്ണിനും തൊലിക്കുമൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ഇനി മുറിച്ചെടുത്ത ക്യാരറ്റ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. നല്ല പോലെ വെന്ത് വരണം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. തണുത്തതിന് ശേഷം നല്ല പോലെ മിക്സിയിൽ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറ് ചൂടുവെള്ളം കൊണ്ടിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതായിരിക്കണം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അളവ് കൂടുതലുണ്ട്. ഇത്രയും ഒരു കുഞ്ഞിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കൊടുക്കേണ്ട അളവും എങ്ങനെയാണ് കൊടുക്കേണ്ട രീതി എന്നൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള പ്യൂറി തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മധുരക്കിഴങ്ങിൻ്റെ തോല് ചെത്തിക്കളയുക. തോല് ചെത്തിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മധുരക്കിഴങ്ങിൽ നല്ലപോലെ വൈറ്റമിൻ എയും വൈറ്റമിൻ ബി ഒക്കെ ഒരുപാടുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷിക്കും ഹാർട്ടിനും മസിൽസിനും ഒക്കെ നല്ലതാണ്. പിന്നെ ഇതിൽ ഫൈബർ കണ്ടന്റ് ഒരുപാടുണ്ട്. അപ്പം മലബന്ധമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വിളർച്ചയുള്ള കുഞ്ഞുങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. ഇതിലോട്ട് ഞാനൊരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് വരും. പക്ഷേ ആദ്യമായിട്ട് കൊടുക്കുന്ന കുട്ടിക്ക് വെളുത്തുള്ളി കൊടുക്കരുത്. വെളുത്തുള്ളിക്ക് അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വെളുത്തുള്ളി മാത്രം വേവിച്ചിട്ടൊന്ന് കൊടുത്തു നോക്കുക. അലർജി ഇല്ലെങ്കിൽ മാത്രമേ ഇതിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവൂ. വെളുത്തുള്ളി ചേർക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ മാറിക്കിട്ടും. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നേരത്തെ പോലെ തന്നെ വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റ് എടുക്കും ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. നല്ലപോലെ വെന്ത് വരണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ പ്യൂറി തയ്യാറാക്കി എടുക്കാം. ഉരുളക്കിഴങ്ങിൽ സ്റ്റാർച്ച് കണ്ടന്റ് കൂടുതലാണ്. ഇതിലും ഉണ്ട് വൈറ്റമിൻ എയും പൊട്ടാസ്യം ഒക്കെ. ഒരു വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് മത്തങ്ങ കൊണ്ടുള്ള പ്യൂറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല മധുരമുള്ള മത്തങ്ങ എടുക്കുന്നതാണ് നല്ലത്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മത്തങ്ങയിൽ കാൽസ്യം കണ്ടന്റ് ഒരുപാടുണ്ട്. ഫൈബറും ഉണ്ട്. ദഹനത്തിന് വളരെ നല്ലതാണ്. പിന്നെ വൈറ്റമിൻ ബി ഒരുപാടുണ്ട്. കണ്ണിനും ഒക്കെ വളരെ നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടും. ഇത് നേരത്തെ പോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. വെന്ത് വരുമ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം അരച്ചെടുക്കാം. ഇനി ഫ്രഞ്ച് ബീൻസാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 2 അറ്റവും മുറിച്ചതിന് ശേഷം സൈഡിലെ നാരും എടുത്ത് കളയുക. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഫ്രഞ്ച് ബീൻസിൽ വൈറ്റമിൻ എയും ബിയും സിയും ഉണ്ട്. ഫൈബർ കണ്ടന്റ് ഒരുപാടുണ്ട്. അപ്പോൾ കോൺസ്റ്റിപ്പേഷനൊക്കെ നല്ലപോലെയുള്ള കുഞ്ഞിന് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക.
ഇത് അരച്ചെടുക്കുമ്പോൾ മറ്റ് വെജിറ്റബിൾസിനെ പോലെ നല്ല കട്ടിയായിട്ട് കിട്ടില്ല, കുറച്ച് നാരുകൾ പോലെ തന്നെ കിട്ടും. ആദ്യമായിട്ട് നമ്മൾ ഈ പ്യൂറീസ് കൊടുക്കുമ്പോൾ നല്ല ജ്യൂസ് പോലെയാണ് കൊടുക്കേണ്ടത്. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ കട്ടി കൂട്ടി കൂട്ടി വരാം. ആ സമയത്ത് നമുക്ക് ഫ്രഞ്ച് ബീൻസിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ചിട്ട് ഒരുമിച്ച് കൊടുക്കാം. അടുത്തത് ഞാൻ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് കറിയൊക്കെ വയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഗ്രീൻ പീസ് അല്ല, ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഇപ്പം നമ്മുടെ നാട്ടിലും കടകളിലൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്രഷ് ഗ്രീൻ പീസും എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് വരണം, അതിനല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം നന്നായിട്ട് വേവിച്ചെടുക്കുക. ഗ്രീൻ പീസിൽ വൈറ്റമിൻ എ, B1, B6, C ഒക്കെ ഒരുപാടുണ്ട്. പിന്നെ മാഗ്നീഷ്യം, പൊട്ടാസ്യം, അയൺ ഒക്കെ ഒരുപാടുള്ളതുകൊണ്ട് അപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. മലബന്ധമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വെയിറ്റ് കൂടാനും എല്ലിൻ്റെ ബലത്തിനൊക്കെ ഈ ഗ്രീൻ പീസ് സഹായിക്കും. അടുത്തത് നമുക്ക് ബീട്രൂട്ട് എടുക്കാം. ബീട്രൂട്ടിൻ്റെ തോലൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കുക. ബീട്രൂട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് നല്ല ടൈം എടുക്കും. കുക്കറിലിട്ട് വേണമെങ്കിൽ നമുക്കിത് വേവിച്ചെടുക്കാം. വേവിച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. ബീട്രൂട്ടിൽ ധാരാളം കാൽസ്യവും പൊട്ടാസ്യവും വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്. ഇത് വിളർച്ചയുള്ള കുട്ടികൾക്ക് വളരെ നല്ലതാണ്, ദഹനത്തിന് നല്ലതാണ്. പിന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യും. ഇപ്പോൾ 7 വെജിറ്റബിൾസിൻ്റെ പ്യൂറിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറയാം. ആദ്യം കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ 3 days വെയിറ്റ് റൂൾ വെച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു പുതിയ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ടേ പുതിയതായിട്ട് വേറൊരു ആഹാരം കൊടുക്കാവൂ. ഇങ്ങനെ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടോ എന്നൊക്കെ അറിയാൻ നല്ല എളുപ്പമായിരിക്കും. ആദ്യത്തെ ദിവസം കൊടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും അലർജി കാണുകയാണെങ്കിൽ പിന്നെ ആ ഫുഡ് കൊടുക്കരുത്. ആഹാരങ്ങൾ ഇരുത്തി വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കിടത്തി ഒരിക്കലും ഈ സോളിഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കരുത്. ആദ്യത്തെ ദിവസം 1 ടേബിൾ സ്പൂൺ മാത്രമേ കൊടുക്കാവൂ. അത് ഉച്ചയ്ക്ക് കൊടുത്തു വെക്കുക. അലർജി ഒന്നും കാണുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം 2 ടേബിൾ സ്പൂൺ കൊടുക്കാം. അത് ഉച്ചയ്ക്കും രാവിലെയും കൊടുക്കാം. മൂന്നാമത്തെ ദിവസം 3 ടേബിൾ സ്പൂൺ ആക്കാം. അതും ഉച്ചയ്ക്കും രാവിലെ ആയിട്ട് കൊടുക്കാം. അപ്പോൾ 3 ദിവസം അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് 4ാമത്തെ ദിവസം വേറെ ഒരു പുതിയ ഫുഡ് കൊടുത്തു തുടങ്ങാം. പുതിയൊരു ആഹാരം ഒരിക്കലും രാത്രി കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഉറങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും അലർജി വന്നാൽ അതറിയാൻ നല്ല പാടായിരിക്കും. ഫുഡ് അലർജീസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടിക്ക് മൂക്കൊലിപ്പ് വരാം, ദേഹത്ത് പാടുകൾ വരാം, വയറുവേദന, പിന്നെ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക, വയറിളക്കം, ഛർദിൽ. ഇതേതെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഫുഡ് അലർജി ആയിരിക്കും. അപ്പം ഡോക്ടറിനെ കാണിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഈ വെജിറ്റബിൾ പ്യൂറീസിന് മാത്രമല്ല, ഏത് പുതിയ ഫുഡ് കൊടുക്കുമ്പോഴും ഇത് ഇത്രയും നോക്കി വേണം കുഞ്ഞിന് പുതിയ ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.